നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. സോറി, എത്ര ഫാസ്റ്റാണ് പറഞ്ഞല്ലേ. ഓക്കെ, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആദ്യം ഇവിടെ എൻ്റെ പവർ തിരിച്ചു വന്നു കേട്ടോ. ഓക്കെ, ഗൈഡൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണ്, സിറ്റുവേഷൻ ഓക്കെ ആയി. ഓക്കെ, നമുക്ക് റീഡിങ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ നോക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോടും ഇപ്പോഴത്തെ എനർജീസ്, ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണിനോട് എന്താ തോന്നുന്നത് എന്ന് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളോട് എന്താ ഫീൽ ചെയ്യുന്നത്, ഇപ്പോഴത്തെ കറണ്ട് എനർജീസ്. ഓക്കെ, കറണ്ട് എനർജി നമ്മൾ ഫുള്ളായിട്ട് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഡെപ്ത് റീഡിംഗ് എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, ആദ്യം നിങ്ങളുടെ പേഴ്സണിനോട് എന്താ ഫീൽ ചെയ്യുന്നത്, യു വേഴ്സസ് ദം എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങളോട്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പം എന്താണ് സിറ്റുവേഷൻ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഡെക്ക് കൂടി എടുക്കണോ, വേണ്ടി വരുമോ? വേണ്ട. ഓക്കെ, ലെറ്റ്സ് സീ ഫ്യൂച്ചർ ഔട്ട്കം. ഓക്കെ, ഫ്യൂച്ചർ ഔട്ട്കമ്മിന് നമുക്ക് മറ്റേ ഡെക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട് ഇപ്പോൾ നിങ്ങളുടെ എനർജീസ് എന്താണ്, നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത് ടുവേർഡ്സ് യുവർ പേഴ്സൺ. 7 of Cups, Page of Swords, Star, 5 of Cups, 4 of Pentacles. ഓക്കെ, നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതായത് അവർ ജീവിതത്തിൽ പല കാര്യങ്ങളും വേറെയും പലതും, വ്യക്തികളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവാം. അവർ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, പ്രയോറിറ്റി കൊടുക്കുന്നു, ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, 7 of Cups ആണ്. അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് എന്നറിയാൻ. ഓക്കെ, അവരെന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം. കാരണം ഇവിടെ 5 of Cups ഉണ്ട്, 5 of Cups and 4 of Pentacles ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഐ തിങ്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. അത് സെപ്പറേഷൻ ആയിരിക്കാം, നോ കോൺടാക്ട് ആയിരിക്കാം, ചിലർക്ക് ഇൻ ആൻഡ് ഔട്ട് ആയിരിക്കാം. ഓക്കെ, എന്തു ആവാം കേട്ടോ. ഞാൻ നിങ്ങളുടെ റിലേഷൻ എന്താണ്, നിങ്ങൾ ബന്ധം അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മാരീഡ് ആണോ, അവർ മാരീഡ് ആണോ, ലൈക്ക് നത്തിങ്. ഓക്കെ, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് അവരുടെ ലൈഫിൽ വേറെ പ്രയോറിറ്റി ഉണ്ട്, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളത് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ വേറെ ആരോടെങ്കിലും സംസാരമുണ്ടോ, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് മറഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഐ തിങ്ക് കണ്ടുപിടിക്കാനുള്ള ശ്രമം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയ സ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കാം, അവർ ഓൺലൈൻ ഉണ്ടോ നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പലരോടും ചോദിക്കുന്നുണ്ടാവാം, ആരോടെങ്കിലൊക്കെ ചോദിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അവരെ മിസ് ചെയ്തിട്ടുമാണ് നിങ്ങൾ, അല്ലാതെ ഇപ്പോൾ ജസ്റ്റ് ഡൗട്ട് കൊണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ മിസ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവർ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് സ്റ്റാർ ഉണ്ട് ഇവിടെ. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു പ്രതീക്ഷ. ഓക്കെ, ആ പ്രതീക്ഷ നിങ്ങൾക്ക് കൈവിടാൻ നിങ്ങൾ കെട്ടുപോയിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, ദാറ്റ് അവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്നൊരു, എന്ത് പ്രയോറിറ്റി ഉണ്ടെങ്കിലും അതിനൊക്കെ മേലെ നിങ്ങളെ ചൂസ് ചെയ്യും എന്നൊരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, 5 of Cups ഉണ്ട്. നിങ്ങൾ ലോസ്, നിങ്ങളുടെ ആ നഷ്ടം, ആ ഒരു ഇതിലാണ്, ഫീലിംഗിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, എല്ലാം കൈവിട്ട് പോയി, നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ നഷ്ടം വന്ന രീതിക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. കപ്സ് ആണ്, ഇമോഷണൽ ലോസ് ആണ്. സോ മേ ബി നിങ്ങൾ ആ പേഴ്സണുമായിട്ട് അകന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷമം നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, 4 of Pentacles, നിങ്ങൾ മേ ബി നിങ്ങളുടെ മനസ്സിലുള്ളത് ആരോടും തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, ആരോടും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ദാറ്റ് ഫീലിങ്സ് നിങ്ങൾ വിചാരിക്കുക ആരോടും പറയാൻ പറ്റില്ല, എങ്ങനെയാ പറഞ്ഞാൽ ആരും മനസ്സിലാക്കില്ല എന്നെ. നിങ്ങൾ പേഴ്സണോടും ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും, അവരോട് പോലും ചിലപ്പോൾ ഒന്നും പറയാൻ പോകുന്നുണ്ടാവില്ല. ബിക്കോസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കിയില്ലെങ്കിലോ അല്ലെങ്കിൽ മനസ്സിലാക്കില്ല എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആയിരിക്കാം. നിങ്ങൾ ഐ തിങ്ക് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ഓക്കെ കുറച്ച് കാഴ്ച കൂടി നിങ്ങൾക്ക് വേണ്ടി എടുത്തേക്ക്. ഐ തിങ്ക് ഒരു ഡെക്ക് കൂടി എടുക്കുന്നതായിരിക്കും നല്ലത്. എനിവേ, നിങ്ങളുടെ മനസ്സിൽ ക്വീൻ ഓഫ് സോഴ്സസ്, ദേഷ്യമുണ്ട് നിങ്ങൾക്ക് അവരോട്. ഓക്കെ, പേജ് ഓഫ് പെൻഡിക്കിൾസ്,
10 of Wands, King of Swords. ഓക്കെ, രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേർഡൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു വിഷമം നിങ്ങൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം രണ്ടാളും ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്തു. ഓക്കെ, അവരുടെ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കാം ദാറ്റ് അവർ വേറെ എന്തെങ്കിലും ബന്ധത്തിലാണ്, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നു, അവർ വേറെ ഫ്രണ്ട്സിന് പ്രയോറിറ്റി കൊടുക്കുന്നു, കരിയറിനും പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളെ ഇമ്പോർട്ടൻസ് തരുന്നില്ല, അതും ആവാം. ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു, എന്ത് തന്നെയായാലും ശരി, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തന്നിട്ടില്ല അവർ. ഓക്കെ, ആ പേരിൽ ഐ തിങ്ക് നിങ്ങൾ ഒന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടും മാറ്റി മാറ്റി എടുത്തോളൂ കേട്ടോ, നിങ്ങൾ ഏത് ഭാഗത്തായാലും. ഓക്കെ, അപ്പം നിങ്ങൾ അത് ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് വന്നു. ഓക്കെ, ആ ഫൈറ്റ് വന്നത് പക്ഷേ നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ ആ ബേർഡൻ കൊണ്ട് ഐ തിങ്ക് നിങ്ങൾ വിട്ട് മാറിപ്പോയതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോയതായിരിക്കാം, നിങ്ങളായിരിക്കാം. കാരണം ഇതൊരു ഇങ്ങനെ നമ്മളെല്ലാം വിട്ട് ഇറങ്ങി പോകുന്ന ഒരു ഫീലിംഗും ഉണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ തന്നെ പോയതായാലും ശരി, പേഴ്സൺ പോയതായാലും ശരി, എന്തായാലും ഇവിടെ ആ ലോസിൻ്റെ ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തുനിന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. ഐ തിങ്ക് അല്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് തയ്യാറായിട്ടിരിക്കുന്നതും ആവാം. ചിലവർ ഫൈറ്റ് ചെയ്യാതെ നിങ്ങൾ വിട്ട് മാറിപ്പോയിട്ടുണ്ടാവാം, അങ്ങനെയാവാം. ഓക്കെ, എന്തായാലും ശരി. ഇപ്പോൾ ഇവിടെ ഒരു സോറിയുടെ കാര്യം ഇവിടെ എനിക്ക് കാണുന്നത്. പേജ് ഓഫ് പെനിക്കിൾസ് ഉണ്ട്. നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ ഐ തിങ്ക് അകന്ന് പോയി, മാറിപ്പോയി, സെപ്പറേഷൻ ആയി, നോ കോണ്ടാക്ട് ആയി, അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയി പോയി, എന്ത് തന്നെ ആയാലും ശരി, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണം, നിങ്ങളുടെ അടുത്ത് ഒരു ഓഫറുമായിട്ട് തിരിച്ചു വരണം, ഒരു സോറി പറഞ്ഞ് തിരിച്ചു വരണം. അവരുടെ ഭാഗത്തുനിന്ന് ഒരു അപ്പോളജി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്നൊരു സോറി പറഞ്ഞ് വരല്ല നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഒരു റീബർത്ത് ആണ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ. ഓക്കെ, റീബർത്ത് ആൻഡ് 6 of Pentacles. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം വീണ്ടും. ഓക്കെ, പഴയ പോലെ ആവണം കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ദേഷ്യത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ തിങ്ക് എവിടേക്കോ നമ്മൾ ഹേർട്ട് ആവുന്നതുകൊണ്ടാണ്. നമ്മളെ വിഷമം കൊണ്ടും സങ്കടം കൊണ്ടും ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ ചിലപ്പോൾ നമുക്ക് ദേഷ്യമായിട്ടായിരിക്കും പുറത്തു വരാം. ഓക്കെ, അപ്പോൾ ആ രീതിക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു വിഷമം കൊണ്ടാണ് നിങ്ങളെ അത് ഹേർട്ട് ചെയ്ത ചില കാര്യങ്ങൾ. ഓക്കെ, അതിൻ്റെ ബേർഡൻ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും നിങ്ങളൊന്ന് പൊട്ടിത്തെറിച്ചത്. ഓക്കെ, അപ്പോൾ അത് പേഴ്സണും അതേപോലെ റിയാക്ട് ചെയ്തു, അത് വേറെ കാര്യം. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തിരിച്ചൊരു റീബർത്ത് വേണം, നിങ്ങൾ തമ്മിൽ വീണ്ടും റിയൂണിയൻ വേണം, കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വീണ്ടും വരണം. ഒരു 6 of Pentacles എന്ന രീതിക്ക്, അതായത് വീണ്ടും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ തമ്മിൽ വേണം എന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് അതിനുള്ള വെയിറ്റിംഗ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, നിങ്ങൾ ആ സന്തോഷങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ 2 of Cups, നിങ്ങൾ വീണ്ടും, ഇത് നമ്മുടെ സോൾമേറ്റ് കാർഡാണ്, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അവരുമായിട്ട് വീണ്ടും ഒരു റിയൂണിയൻ, വീണ്ടും ഒരു 8 of Wands കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, സെലിബ്രേഷൻ. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടൊന്നും ചോദിച്ചു പോവല്ല, ബട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പേഴ്സൺ ഇങ്ങോട്ട് വരണം, അവർ സോറി പറഞ്ഞ് വരണം, അല്ലെങ്കിൽ അവരെന്നോട് മാപ്പ് പറയട്ടെ, അവരെന്നോട് കാര്യങ്ങൾ ശരിയാക്കട്ടെ, സോൾവ് ചെയ്യാൻ വരട്ടെ. നിങ്ങളതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. സ്നേഹം അത്രയും ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ദേഷ്യം വന്നാലും ആ സ്നേഹത്തിന് ഒരു ഇതും പറ്റിയിട്ടില്ല. ഓക്കെ, സോ ഞാൻ ഡെക്ക് വേറെ തന്നെ എടുത്തേക്കാം. നമുക്ക് അല്ലെങ്കിൽ കാർഡ്സ് കുറവാകും ഇത്രയും എടുത്തിട്ട്. എനിക്ക് ഐ വോണ്ട് ടു കീപ്പ് ഇറ്റ് ഹിയർ. എനിക്കിത് ഇവിടെ തന്നെ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് പേഴ്സൺ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, ഇതേപോലെയാണോ നോക്കാം. ഓക്കെ, അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താ തോന്നുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. മജീഷ്യൻ. ഇതെനിക്ക് ഒന്നും കൂടി റെഫർ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ വയ്ക്കാം. ഓക്കെ, മജീഷ്യൻ കാർഡാണ് ആദ്യം. നിങ്ങളുടെ പേഴ്സൺ സ്റ്റാർ, വീണ്ടും സെയിം തിങ് അല്ലേ. 7 of Wands, awesome. Queen of Swords, Judgment, 2 of Wands, ഒരേ കാർഡ്സ് കണ്ടു. Knight of Swords, Ace of Wands. ഓക്കെ, ആദ്യത്തെ കാർഡ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ,
ഇവിടെ ബോട്ടം വന്നത് നമ്മൾ നേരത്തെ പറയുന്നു 2 of Wands. നിങ്ങൾ വെയിറ്റിംഗ് ആണ് അല്ലേ, നിങ്ങൾ വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇവിടെ എന്തായിരുന്നു വന്നത്, നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്താണ് സോൾമേറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്താ വന്നിരിക്കുന്നത്, സെയിം കാർഡ്. അവർക്കും ഇതേ ഫീലിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എത്ര വഴക്കുണ്ടായാലും ശരി, എത്ര ഫൈറ്റ് ഉണ്ടായാലും ശരി, നിങ്ങൾ അവരെ ചീത്ത പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ലേഡി ആയതുകൊണ്ടല്ല, മീൻസ് ലേഡീസ് ആ ഒരു എനർജി എന്ന രീതിയിൽ മാത്രം എടുക്കണ്ട, ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ സ്നേഹം കൊണ്ട് അവരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് അവർക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ചീത്ത പറഞ്ഞത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടത്, ഓക്കെ, നിങ്ങൾ അവര് എന്താണോ തെറ്റ് ചെയ്ത്, ഓക്കെ, ആക്ച്വലി ഇതിനെ ചീത്ത പറയാന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, തെറ്റിനെ നിങ്ങൾ അവരെ മുമ്പിൽ പറയാൻ നിങ്ങൾ ധൈര്യം കാണിച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തു, അത് തിരുത്തണം, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യരുത് എന്നോട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ ഫീൽ ചെയ്യുന്നത് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ള റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. യൂണിവേഴ്സ് അവർക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. യെസ്, നിങ്ങൾ തെറ്റ് ചെയ്തു, തിരുത്തു എന്ന് പറഞ്ഞ് യൂണിവേഴ്സ് ഒരു അവസരം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തിരിച്ച് അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മജീഷ്യനാണ്, നിങ്ങളുമായിട്ട് വീണ്ടും റിയൂണിയൻ വേണം. ഓക്കെ, നിങ്ങളെ വീണ്ടും അവർ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ, ഓക്കെ, അവർ മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയും അല്ലേ. അപ്പോൾ അവർ നിങ്ങളെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അവരാണ് നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞ് വരേണ്ടത്. മേ ബി അതൊരു ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. എനിവേ, നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അവരെ കൂടെ തന്നെ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ ഇൻഫിനിറ്റി ഇന്ന് എടുത്ത് കാണുന്ന പോലെ തോന്നുന്നു. എനിക്ക് ഈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫോർ എവർ എന്ന രീതിയിലൊക്കെ പറയും അല്ലേ. സോ അവർ നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ. അപ്പോൾ അവരെങ്ങനെയെങ്കിലും തിരിച്ച് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റാർ കാർഡ്, യെസ്, അവർക്കും ഹോപ്പുണ്ട്. അവർക്കും ഇവിടെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ചെയ്തതിനെ അവർ തിരുത്താൻ, ഓക്കെ, അവർ ശ്രമിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഫാമിലിയുടെ മുമ്പിലാണെങ്കിൽ ഫാമിലിയുടെ മുമ്പിൽ നിങ്ങളെ വേണം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ, അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർ തയ്യാറാവുന്ന പോലെയാണ്. ഓക്കെ, അത് മാത്രമല്ല, ഈവൻ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർ തയ്യാറാണ്. ഓക്കെ, മേ ബി നിങ്ങൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവും, അത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആയി എന്ന് പറയാം. ഓക്കെ, ഇപ്പം അവർക്ക് തോന്നുന്നുണ്ട്, യെസ്, ഇനി ഞാൻ ന്യായം ചെയ്തേ പറ്റൂ എന്ന് അവർക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ എവിടെയോ നിങ്ങളുടെ ഒരു ബോൾഡ് സൈഡ് കാണിച്ചിട്ടുണ്ട്. അതായത് ബന്ധം നഷ്ടപ്പെട്ടാലും വിരോധമില്ല, തെറ്റ് നടക്കുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ഈ റീഡിംഗ് ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ കുറേ പേരെങ്കിലും ഇങ്ങനെ ഉണ്ടാവും. അപ്പം അതുപോലെ നിങ്ങളും ആവാൻ നിങ്ങൾ ശ്രമിക്കാം. അല്ലാത്തവര്, ഓക്കെ, നിങ്ങൾ ഓൾറെഡി അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അങ്ങനെ ആയി വരാം നിങ്ങൾ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ എപ്പോഴും തോറ്റുകൊടുത്ത് വിട്ടുകൊടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ നിന്നാൽ മാത്രമേ ആ പേഴ്സൺ എന്നെ സ്നേഹിക്കുള്ളൂ എന്ന് തോന്നി, അത് ഏറ്റവും വലിയ തെറ്റായ വിചാരമാണ്, തെറ്റായ ധാരണയാണ്. ഓക്കെ, സോ മാറ്റിയെടുക്കാതെ നമുക്ക് അങ്ങനെ നഷ്ടപ്പെടാനുള്ളതാണെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് വെക്കണം. ബിക്കോസ് അല്ലാത്തവിടെ നിങ്ങൾക്ക് വില കിട്ടില്ല. അത് മനസ്സിലാക്കുക. വില കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയില്ലേ, സ്നേഹം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് അവിടെ വേറെ 1-2 കാര്യങ്ങളാണ്. ട്രസ്റ്റ്, ഓക്കെ, റെസ്പെക്റ്റ്, ഇതൊക്കെയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. അതില്ലാത്തവിടെ ബാക്കി സ്നേഹം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഒരു കാര്യമില്ല, അങ്ങനെയാണ്. സോ ജഡ്ജ്മെൻറ്റിൻ്റെ സമയമായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് വേണ്ടി ഇനി സ്റ്റാൻഡ് എടുത്തേ പറ്റൂ എന്ന് അവർക്കറിയാം. നിങ്ങൾക്ക് വേണ്ടത് ചെയ്ത് തരണം, അതായത് നിങ്ങളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യണം, നിങ്ങളെ വേണ്ട റെസ്പെക്റ്റ് നിങ്ങൾക്ക് തരണം എന്നവർക്കിപ്പോൾ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അവരും ഇപ്പോൾ വെയിറ്റിംഗ് ആണ്, എങ്ങനെയാണ് തിരിച്ചു വരിക എന്നുള്ളൊരു വെയിറ്റിംഗ് ആണ്. അവരും പെട്ടെന്ന് വരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഇനി അവർക്ക് അറിയാം, ഇനി ആ ഇൻ ആൻഡ് ഔട്ട് നടക്കില്ല. ഓക്കെ, പെട്ടെന്ന് എടുത്ത് ചാടി വന്നു, 2 ദിവസം സംസാരിച്ചു, നല്ല രീതിയിൽ വീണ്ടും മാറിപ്പോയി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങണം. ഓക്കെ, അവരുടെ ഉള്ളിൽ ആ ഒരു പേടി വരട്ടെ. നിങ്ങൾക്ക് മാത്രം എപ്പോഴും എനിക്ക് ആ പേഴ്സണെ നഷ്ടപ്പെട്ടാലോ എന്ന് ആലോചിച്ചിരുന്നൊരു കാര്യമില്ല. അവർക്ക് ആ പേടി വരട്ടെ. നമ്മളിതൊന്നും നമ്മളെ ഒരു മനുഷ്യനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കാനോ അവരെ നമ്മുടെ ഒരു കാൽ കീഴിലിടാനോ അല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഈക്വലായിട്ട് നമ്മൾ നിന്നില്ലെങ്കിൽ, ഒരാൾ എപ്പോഴും മേലെയും ഒരാൾ താഴെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. സോ നൈറ്റ് ഓഫ് സോർട്സ് എനർജി ഇനി പറ്റില്ല എന്ന് അവർക്കറിയാം. എടുത്തു ചാടി ആക്ഷൻ എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അവർ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങളുടെ അടുത്ത് പാഷനേറ്റ് ആയിട്ടൊരു പുതിയ തുടക്കമാണ് ഇനി ആഗ്രഹിക്കുന്നത്. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് വരണം എന്ന രീതിക്കാണ്. സോൾമേറ്റ് കണക്ഷൻ അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണിനും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. ഓക്കെ,
എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ അവർക്ക് ആലോചിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ വേറെന്താ വരുന്നത് നോക്കട്ടെ കുറച്ചുകൂടി. നിങ്ങളുടെ പേഴ്സൺ വേറെന്താ ചിന്തിക്കുന്നത്, അവരുടെ എനർജി എന്താണ്? ഒരേ എനർജീസ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ടൊന്നും ഇല്ലല്ലോ. എത്ര കാർഡായി ഇപ്പൊ നമുക്ക് റിപ്പീറ്റ് വരുന്നു? ഈ കാർഡ് റിപ്പീറ്റ് വന്നു, ദേ റിപ്പീറ്റ്. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് സോർഡ്സ്. ഓക്കെ, 5 ഓഫ് കപ്സ് അവരുടെ ഭാഗത്ത് വന്നിട്ടില്ല, 4 ഓഫ് പെന്റിക്കിൾസ് വന്നില്ല. സ്റ്റാർ കാർഡ് നമുക്ക് റിപ്പീറ്റ് ആണ് അല്ലേ? എല്ലാം റിപ്പീറ്റുകളാണ് വരുന്നത്. ആൻഡ് 2 ഓഫ് കപ്സ് നമുക്ക് റിപ്പീറ്റ് വന്നിട്ടുണ്ട്, 2 ഓഫ് വാൻഡ്സ് നമുക്ക് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഒരേ ഫീലിങ്സ് ആണ്. നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് അവരുടെ മനസ്സിലും. ഓക്കെ, അവർക്കൊരു പേടിയുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫൈറ്റ് ആയി പോയാലോ എന്നൊരു പേടിയാണ്. വീണ്ടും അവിടെ നമ്മൾ തെറ്റിയാലോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ അവർക്ക്. ഡേ കാർഡ് റിപ്പീറ്റ്. ഞാൻ വേറെ ഡെക്ക് എടുത്ത് നന്നായില്ലേ? നല്ല രസമല്ലേ? ഇപ്പം നമുക്ക് ഫീലിങ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേപോലെയാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് ചിന്തിക്കുന്നത്. ഇതിൽ നിന്നൊരു ലെസൺ ഉണ്ട്, ഞാൻ പറയാം. 4 ഓഫ് പെന്റിക്കിൾസ് അവരും ഹോൾഡ് ബാക്ക് ചെയ്യാണ്. ക്വീൻ ഓഫ് വാൻസ് നേരത്തെ കണ്ടിരുന്നു ഞാൻ. ഓക്കെ, 9 ഓഫ് വാൻസ് ഫ്യൂച്ചറിലേക്ക്. ദേ, ഓ മൈ ഗോഡ്, ഞാനിത് സമയം കളയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡാക്കി കാണാം, ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, റീഡിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും റെസനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. 5 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്. രണ്ടുപേരും ലോസിന്റെ ഫീലിംഗിലാണ് ഇരിക്കുന്നത്. രണ്ടുപേരും ഹോൾഡ് ബാക്ക് ചെയ്യാണ്. വേൾഡ് കാർഡ് നേരത്തെ നമ്മൾ കണ്ടിരുന്നു, ബോട്ടം. ഓക്കെ, 9 ഓഫ് കപ്സ്. വാവ്. 10 ഓഫ് സോർഡ്സ് അഗൈൻ, 4 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് കപ്സ്. യെസ്, അവർ തിരിച്ചു വരും. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. വേൾഡ് കാർഡ് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് നമ്മൾ പറയും. അവർ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആൻഡ് 9 ഓഫ് കപ്സ്, വിഷ് ഫുൾഫിൽമെന്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അവരെ ആഗ്രഹം നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിയൂണിയൻ ആണ്. വീണ്ടും ഈ സൈക്കിൾ ഒന്ന് എൻഡ് ചെയ്ത് ഒരു പുതിയ തുടക്കം കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബട്ട് അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. യെസ്, അവർക്ക് എവിടെയോ ഇപ്പം നിങ്ങളെ വളരെയധികം റെസ്പെക്ട് തോന്നുന്നുണ്ട് ഇപ്പം അവർക്ക്. ഓക്കെ, റെസ്പെക്റ്റും സ്നേഹവും എല്ലാ അട്രാക്ഷനും എല്ലാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് അവരത് ഹോൾഡ് ബാക്ക് ചെയ്യാണ്, തുറന്ന് പറയുന്നില്ല. ഓക്കെ, ആൻഡ് ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്നുണ്ട്, ലേശം ഒരു അകൽച്ച വെച്ച് അവർ നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെവിടെ അവർ ഡിഫെൻസീവ് ആവുകയാണ്. അവർ തെറ്റ്, നമ്മൾ പറയില്ലേ, അവർക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ അവർ അവനവൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു ബൗണ്ടറി, ഒരു ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവർക്ക് അറിയാം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് അവർക്കറിയാം. ഓക്കെ, സോ അവർക്കും ആ നഷ്ടത്തിൻ്റെ ഫീലിംഗ് അവർക്കും ഉണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവർക്കും ഉണ്ട്. തിരിച്ച് നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ എന്ന രീതിക്കാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, നോ ഡൗട്ട്. ഓക്കെ, 2 ഡെക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ കാർഡാണ്. ഇതിനും വലിയ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. ഓക്കെ, സോ പേഴ്സണും ആഗ്രഹിക്കുന്ന ഒരേ കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും, നിങ്ങളുടെ അടുത്ത് വരാനും, നിങ്ങളെ റിയൂണിയൻ ആവാനും. നിങ്ങൾ തമ്മിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് ഒരു നല്ല രീതിയിൽ കണക്ഷൻ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർക്കും. ഓക്കെ, ആൻഡ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും നമുക്ക് സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഐ ഹോപ്പ് കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ്സ് സീ, നമുക്ക് ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ നമുക്ക് കാണിച്ചു തരുന്നു. ഓക്കെ, എൻ്റെ മേ പേടിച്ചു പോയി. ഓക്കെ, സ്നേക്ക്, പാർട്ടിയിങ്, ഷോക്ക്, കട്ട് ഡൗൺ, ഹാർട്ട് ബ്രോക്കൺ. ഓക്കെ, ഇതെവിടെ ഇരിക്കട്ടെ. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ ആ പേടിയിൽ നിന്നൊന്ന് ഇങ്ങനെ പുറത്ത് വരികയാണ്. ബട്ട് സഡൻലി കണ്ടപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് റിംഗ്, ഹയർ കമ്മിറ്റ്മെൻറ്റ്, ഇറ്റേണിറ്റി, പാർട്ട്ണർഷിപ്പ്, യൂണിയൻ, കംപ്ലീഷൻ. ഇതെനിക്ക് പറയാതിരിക്കാൻ നോർത്തിയില്ല. കാരണം ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളെ ഇടയിൽ ഓക്കെ പ്രശ്നം ഉണ്ടാക്കിയ ആരും ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, ആരുമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ടൈം വിത്ത് ഫ്രണ്ട്സ്, പാർട്ടിങ്, ഹാവിങ് ഫൺ, ഹാപ്പിലി സിംഗിൾ. ഇതെനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് ഇങ്ങനെ ആയിരുന്നു. എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ളപ്പോഴും ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ, ഞാൻ പറഞ്ഞില്ലേ, അവർ വേറെ പലതിനും പ്രയോറിറ്റി കൊടുത്തു. ഓക്കെ, അവർ വേറെ ഫ്രണ്ട്സിന് പ്രയോറിറ്റി കൊടുത്തു,
അതായത് ലൈക്ക് സോറി, എന്തോ ഞാൻ പറയാൻ വന്നു, എൻ്റെ തോട്ട് പോയി. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർ മറ്റു പല കാര്യങ്ങൾക്കും അവർ പ്രയോറിറ്റി കൊടുത്തു. ഓക്കെ, അവിടെ അവർ ചെയ്ത തെറ്റതാണ്. ഓക്കെ, ആൻഡ് വേറെ ആരോ ഇടയിൽ കളിച്ചിട്ടുണ്ട്, തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവാം, അതും ഉണ്ടാവാം. ചിലവർക്ക് ആ സിറ്റുവേഷനും ആയിരിക്കാം. ഇത് ഷോക്കിംഗ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ചേഞ്ചസ്. ഓക്കെ, പെട്ടെന്നായിരുന്നു ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് വല്ലാതെ ഷോക്കായി പോയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് കട്ട് ഡൗൺ, യെസ്, കട്ടിങ് ഔട്ട് സെപ്പറേഷൻ, സ്റ്റോപ്പ് ദ പാറ്റേൺ. യെസ്, ഐ തിങ്ക് നിങ്ങൾ ആണിത് കട്ട് ഔട്ട് ചെയ്തത്. നിങ്ങൾ പേഴ്സണിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു, ചില കാര്യങ്ങൾ. ഓക്കെ, അത് അറിഞ്ഞപ്പോൾ നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ ചൂസ് ചെയ്തു ദാറ്റ് വാക്ക് അവേ ചെയ്യാൻ. എനിക്കിങ്ങനെ വേണ്ട, എനിക്ക് തേർഡ് പാർട്ടിയിൽ ഇരിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് പ്രയോറിറ്റി ഇല്ലാത്തവിടെ ഞാൻ നിൽക്കില്ല എന്ന രീതിയിൽ ഐ തിങ്ക് നിങ്ങൾ സ്റ്റാൻഡ് എടുത്തു. ഓക്കെ, ആൻഡ് ഇവിടെ ഹാർട്ട് ബ്രോക്കൺ കാണുന്നത് ഡീപ്ലി ഹേർട്ട് ആൻഡ് സാഡ് ഫീലിംഗ്, ലോസ്, ഗ്രീവിങ്, ഇതൊക്കെ നമ്മുടെ 5 of Cupsൻ്റെതാണ്. നിങ്ങൾ രണ്ടുപേരും പക്ഷെ ഒരേ എനർജിയിലാണ് ഇരിക്കുന്നത് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണും ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മേ ബി നിങ്ങൾ വിട്ടു പോകുന്ന അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് അവരെ കട്ട് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ അവരെ, ഞാൻ പറഞ്ഞില്ലേ, അവരുടെ തെറ്റുകൾ അവരെ ചൂണ്ടിക്കാണിച്ച് എനിക്കിതിങ്ങനെ ചെയ്തത്, എന്നോട് ചെയ്തത് ശരിയായില്ല എന്ന് പറയാനും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പേഴ്സണെ ഷോക്ക് ചെയ്തിട്ടുണ്ട്, അവർക്കും ഹാർട്ട് ബ്രോക്കൺ ആണ്. നിങ്ങൾ വിട്ടു പോകുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല, നിങ്ങളെ പ്രയോറിറ്റി തന്നില്ല, ശരിയാണ്, ബട്ട് അവർക്ക് നിങ്ങൾ വിട്ടു പോകുന്നതും അവർക്ക് ഇഷ്ടമല്ല. ലോസിൻ്റെ ഫീലിംഗ് രണ്ടുപേർക്കും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നോട്ട് ടുഡേ, ബൗണ്ടറി. ഓക്കെ, സെൽഫ് ഇൻഡൽജൻസ്. സോ healthy choices. അഗെയിൻ ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തൽക്കാലം ബൗണ്ടറി വെച്ച് നിൽക്കുകയാണ്. ഓക്കെ, ഒരു അകൽച്ച വെച്ച് നിൽക്കുകയാണ്. അവർക്ക്, കാരണം അവർക്കറിയാം അവർ തെറ്റ് ചെയ്തു എന്നുള്ളത്. അവർക്ക് നല്ല റിയലൈസേഷൻ ഉണ്ട്, നല്ല ബോധ്യമുണ്ട്. ഓക്കെ, അതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ട്, അതിൻ്റെ ഒരു കുറ്റബോധം അവർക്ക് നല്ലോണം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തൽക്കാലം ഐ തിങ്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി. നിങ്ങൾ അവനവനെ കുറിച്ച് സെൽഫ് വാല്യൂ ചെയ്യുകയാണ്, നിങ്ങൾ സെൽഫ് ലവിലാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി തുടങ്ങിയിട്ടുണ്ട്, സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ വില എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിവിടെ ആവശ്യമാണ്. ആൻഡ് നിങ്ങൾ തമ്മിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, 2 of Cups സോൾമേറ്റ് കണക്ഷൻ, 3ാമത്തെ ഡെക്ക് എന്നാണ് വരുന്നത്. സോ ഇനി ഡൗട്ട് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. ആൻഡ് ഇങ്ങനെ ഈ ഒരു സൈക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സൺ വേറെ എന്തെങ്കിലും പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളെ പ്രയോറിറ്റി തന്നില്ലെങ്കിൽ, ഞാൻ നേരത്തെ ഒരു ലെസൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്താണ് ലെസൺ ഇവിടെ? നിങ്ങൾ ചിന്തിക്കുന്ന അതേപോലെയാണ് അവർ ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ്? മിററിങ് ആണത്. മിററിങ് എന്നാണ് പറയാം. ഓക്കെ, മിററിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പേടികൾ, ഓക്കെ, അതന്നെയാണ് ആ പേഴ്സണെ കാണിക്കുന്നത്. അതായത് മീൻസ് അതന്നെയാണ് അവർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലെ പേടി, ഇവരെന്നെ ചൂസ് ചെയ്യാതെ വേറെ ആരെങ്കിലും ചൂസ് ചെയ്ത് പോവോ എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ അതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് മിററിങ് എന്ന് പറയാം. ആൻഡ് നിങ്ങൾ അവനവനെ നിങ്ങൾ വാല്യൂ ചെയ്തിട്ടില്ല അതിനു മുമ്പ്. ഓക്കെ, മുൻപ് നിങ്ങൾ അവനവനെ വാല്യൂ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ചെയ്തില്ല. അപ്പോൾ അതേപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളെ വാല്യൂ ചെയ്തില്ല. അവർ മറ്റു പല കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്തു, അതാണ് അവർ ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം എന്താ പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാവേണ്ടത്? നിങ്ങൾ അവനവനെ ചൂസ് ചെയ്യാം, നിങ്ങൾ അവനവൻ്റെ വാല്യൂ മനസ്സിലാക്കുക, അവനവനെ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ഞാൻ ഡിസേർവിങ് ആണ്, ഒരു നല്ലൊരു ബന്ധത്തിൻ്റെ ഡിസേർവിങ് ആണ്, ഞാൻ സ്നേഹം ഡിസേർവ് ചെയ്യുന്നു, ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം പഠിക്കാം ആദ്യം. ആ ഷാഡോ വർക്ക് നിങ്ങൾ ചെയ്താൽ ഈ പേഴ്സൺ നിങ്ങളെ പിന്നാലെ ഓടി വരും, നോ ഡൗട്ട്. ഓക്കെ, കാരണം ഇത് അവർക്ക് വിട്ടുപോകാനൊന്നും സാധിക്കില്ല. ഈ ലെസൺ പക്ഷെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾ തമ്മിലുള്ള സോൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, നിങ്ങൾ ആദ്യമേ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളൊക്കെ പറയും, ശരിക്കും പറയുന്നത് ഞാൻ ലൈവ് വന്നിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ നേരിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പോഴായിരിക്കും ഇമ്പാക്ട്. ഞാൻ ഒരു ദിവസം ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാനത് പ്ലാൻ ഉണ്ട് ഈ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ. ഓക്കെ, സോ എനിവേ, അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. നിങ്ങൾ തമ്മിൽ ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണ്. അതായത് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പാർട്ട്ണറുമായിട്ട് നമ്മൾ ഭൂമിയിൽ വന്ന് നമ്മൾ കാണണം, ഈ വ്യക്തി എൻ്റെ ലൈഫിൽ വരാനുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ ഈ പേഴ്സൺ എന്നെ പഠിപ്പിക്കാനുണ്ട്, അതിന് വേണ്ട അനുഭവങ്ങൾ എനിക്ക് കിട്ടാൻ ഈ ആളുടെ ത്രൂ എനിക്ക് കിട്ടണം എന്ന് നമ്മൾ ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ ഹെൽത്തി ചോയ്സസ്, സെൽഫ് ലവ്, സെൽഫ് കെയർ, ബീങ് ഹാപ്പിയർ, ലവ് ലൈഫ്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവനവനെ ചൂസ് ചെയ്യാൻ തുടങ്ങാം, അപ്പോൾ മാത്രമേ ഈ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഐ ഹോപ്പ് ലാസ്റ്റ് 1-2 കാർഡ് പേഴ്സൻ്റെ ഭാഗത്ത് നല്ല മെസ്സേജസ് വരട്ടെ. റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് ലവ് കോൾ, പാഷൻ, ഹീലിംഗ് ഹാർട്ട്, ഓ പാരഡൈസ്.
ഗ്രൗണ്ടിങ്. വെരി നൈസ്, ബ്യൂട്ടിഫുൾ കാർഡ്സ്. ഓക്കെ, ഫൈനലി നമുക്ക് ഫൈനൽ നല്ല മെസ്സേജസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു പേഴ്സൻ്റെ മെസ്സേജ് എക്സ്പെക്ട് ചെയ്യാം, കോൾ എക്സ്പെക്ട് ചെയ്യാം എത്രയും വേഗം. ഓക്കെ, ബട്ട് ഈ മെസ്സേജ് വരുന്നതും നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവുന്നതും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ആ വ്യക്തിയല്ല, നിങ്ങളെയാണ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഹീലാവുന്നു, നിങ്ങൾ എത്ര സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങൾ എത്ര സെൽഫ് വാല്യൂ മനസ്സിലാക്കുന്നു, നിങ്ങൾ അവനവനെ എത്ര സ്നേഹിക്കുന്നു, അവനവൻ എത്ര പ്രയോറിറ്റി കൊടുക്കുന്നു, അതിനനുസരിച്ചിരിക്കും നിങ്ങൾ ഈ വരുന്ന ടൈമിൽ. ഓക്കെ, അവർ നിങ്ങളെ പ്രയോറിറ്റി, അവർ തിരിച്ചു വരുമായിരിക്കും. ഓക്കെ, തിരിച്ചു വരും, കാരണം അവർക്കും വിട്ടു നിൽക്കാനൊന്നും സാധിക്കില്ല. ഓക്കെ, ബട്ട് നിങ്ങൾ ആ ലെസൺ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതേ സൈക്കിൾസ് വീണ്ടും റിപ്പീറ്റ് ആവും. അപ്പം നിങ്ങൾ തീരുമാനിക്കുക, ഇനി ഇത് നടക്കണോ വേണ്ടേ, ഇനി ഇത് മാറണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, പാഷൻ, നിങ്ങൾ തമ്മിൽ വളരെ അധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട്, സെക്ഷൽ കെമിസ്ട്രി ഉണ്ട്, പാഷൻ ഉണ്ട്, സ്നേഹമായാലും എല്ലാം ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു മീറ്റ് ചെയ്യാനുള്ള അവസരം വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടുള്ള സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനുള്ള അവസരം വരും. ഹീലിംഗ് ഹാർട്ടാണ്, നിങ്ങളെ ഹാർട്ട് ബ്രോക്കൺ ആയ ഹാർട്ട് നിങ്ങൾ രണ്ടുപേരുടെ ഹീലാവും. ഓക്കെ, ബട്ട് ടോക്സിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ എൻഡ് ആവും എന്നാണ് പറയുന്നത്. ബട്ട് ഈ സിറ്റുവേഷൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ അവനവനെ വാല്യൂ ചെയ്യണം, എന്നാൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ ബി കെയർഫുൾ. ഓക്കെ, സിറ്റുവേഷൻ മാറ്റാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ, സോ എനിവേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഞാൻ എന്തായാലും നോക്കാം, നാളേക്ക് വേറെ ടോപ്പിക്ക്. ഓക്കെ, സിംഗിൾസിന് വേണ്ടി ഒന്ന് ഇടണം എന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നോക്കട്ടെ, ഞാൻ ചെയ്യാം. എനിക്ക് എത്ര വ്യൂസ് കിട്ടുമെന്ന് അറിയില്ല, എത്ര പേര് സിംഗിൾസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, നോക്കാം. എനിവേ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, അവനവൻ്റെ വാല്യൂ നിങ്ങൾ സെൽഫ് ലവിലിരിക്കുക കുറച്ച്. ഓക്കെ, നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.